നമുക്കിന്ന് മീൻ വാങ്ങാൻ പോയാലോ? മീനില്ല. എന്റെ പൊന്നോ, വീട്ടിൽ വരുമ്പോഴെങ്കിലും തീവനെ ഓഫാക്കി വേ. ഇതിന് മാത്രം ഒരു കുറവുമില്ല. അശ്വതി, അശ്വതി, അശ്വതി. അശ്വതി സിഗരറ്റ് എന്തെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. നിങ്ങളുടെ അറിവില്ലേ? അങ്ങനെ ഒന്നുമില്ല. ഉറപ്പാണോ? വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നതായിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം അശ്വതിക്ക് ഇപ്പൊ പിടിപെട്ടിരിക്കുന്ന അസുഖം ലങ് ക്യാൻസർ ആണ്. അപ്പൊ ഈ അസുഖം വരണമെങ്കിൽ അത്രത്തോളം വീട്ടിൽ ആരെങ്കിലും പുക വലിക്കുന്നതോ അല്ലെങ്കിൽ അശ്വതി സ്വയമേ പുക വലിക്കുന്നതോ ആയിരിക്കും. ഇല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും കാരണം. അതിന്റെ പുക കണ്ടിന്യൂസ് ആയിട്ട് അശ്വതി ശ്വസിച്ചത് കൊണ്ടാണ് അശ്വതിക്ക് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വീട്ടിൽ ആരെങ്കിലും ഉപയോഗിക്കുകയോ അത് ശ്വസിക്കുകയോ ഇല്ലെങ്കിൽ അശ്വതി ഉപയോഗിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മുടെ അടുത്ത് പറയാം. അവസാനം സന്തോഷം എന്തെന്ന് അറിഞ്ഞത് ഞാൻ അന്ന്. അപ്പൊ അശ്വതി അവള് 1 മാസം എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് പോയി. എന്നെ ഇല്ലാതാക്കി നിന്റെ കൂട്ടുകാരന്മാർ തന്നെയാണ്. അവന്മാരെ കൂടെ കൂടല്ലെന്ന് പറഞ്ഞാൽ നീ കേൾക്കുകയില്ല. പെട്ടെന്ന് ചിരിക്കുന്നു. ഞാൻ വലിച്ചു തുടങ്ങുന്നത് എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. എന്റെ അപ്പ വലിച്ചിരുന്ന വീട് ചുറ്റുമുള്ള പുറത്ത് വലിച്ചു തുടങ്ങിയതാണ്. എന്റെ കൂട്ടുകാരന്മാരെ കൂടെയും പിന്നെ അത് കഴിഞ്ഞിട്ട് അവന്മാരെ കൂടെ ആളായെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലിച്ചു പഠിക്കുന്നതൊക്കെ എന്റെ അപ്പ വലിച്ചിരുന്ന വീട് ചുറ്റും വലിക്കാം. നിങ്ങൾ വലിച്ചിട്ടുണ്ടോ? ഞങ്ങളൊക്കെ വലിക്കുന്ന കാലത്ത് കല്യാണ വീട്ടിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. രമണ, ചന്തയിൽ പോയപ്പോ ഞാൻ സാധനം വാങ്ങിച്ചായിരുന്നോ? ഇത് തട്ടിയിട്. മറന്നു. നമ്മളെ വില കുറച്ചാണോ? ഇപ്പോഴാണ് ഒരു ഗമയായത്. കല്യാണം ഇവിടെ ഇതെല്ലാം വേണം.